കഥ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആത്മീയമായിട്ടൊരു കഥയാണ്. അതിൽ ആത്മീയ മൂല്യങ്ങൾ കുറേ ഉണ്ടാകും. നിങ്ങളത് സ്വീകരിക്കാം. കഥ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അതിലിടയ്ക്ക് അതിൻ്റെ നമ്മുടെ ജീവിതത്തിനെ പറ്റിയും ജീവിതത്തിലുള്ള വിസ്മയങ്ങളെ പറ്റിയും എങ്ങനെയൊക്കെയാണ് ഒരു അപ്രതീക്ഷിതമായ സമയത്ത് സ്നേഹം എന്ന ദൈവം അല്ലെങ്കിൽ സ്നേഹത്തിനെ ഉൾക്കൊണ്ട മനുഷ്യർ ദൈവങ്ങളായിട്ട് വന്ന് നമ്മുടെ ജീവിതത്തിൽ അതിശയങ്ങളും സഹായങ്ങളും വിസ്മയങ്ങളൊക്കെ തന്നിട്ട് പോകുന്നു എന്നുള്ള പല അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും വന്ന് കാണും. ഇതൊരു ഒരു ഗ്രാമം, ആ ഗ്രാമത്തിനടുത്ത് തന്നെ ഒരു കടലുമുണ്ട്. അങ്ങനെയാണ് കടൽ എന്താണ് കടൽപ്പുറം എന്നൊക്കെ പറയുന്നത്, ഗ്രാമപ്പുറത്തുള്ള കടൽ അല്ലെങ്കിൽ കടൽപ്പുറത്തുള്ള ഗ്രാമം അങ്ങനെ നമുക്ക് പറയാം. അവിടെ ഒരു വലിയൊരു ഒരു ബിസിനസ് മാൻ, അദ്ദേഹത്തിന് 3 മക്കളാണ്, നല്ല സ്നേഹമുള്ളൊരു ഭാര്യ, ഒരു കുടുംബം വളരെ നന്നായി പോകുന്നു. ആ കുടുംബം മക്കളൊക്കെ നല്ല അവിടെ ഗ്രാമത്തിൻ്റെ അടുത്തുള്ള വലിയൊരു സ്കൂളിലാണ്, കോൺവെൻറ്റിലാണ് പഠിക്കുന്നത്. അദ്ദേഹത്തിന് നല്ല ബിസിനസ്സുണ്ട്, നല്ല 3-4 കാറുണ്ട്, വലിയ വീട്, 4-5 ജോലിക്കാർ, അങ്ങനെ എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടി നന്നായി ഒരു കുടുംബം അവർ നടത്തിക്കൊണ്ട് പോകുന്നു, സന്തോഷമായി പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെയല്ലേ കഥകൾ മാറുന്നത്. എല്ലാം നന്നായിരിക്കുന്ന സമയത്താണ് ഒരു വലിയൊരു ഷോക്ക് വരുന്നത്. അദ്ദേഹത്തിന് ഒരു ദിവസം കാലത്ത് അദ്ദേഹം ജോലിക്ക് പുറപ്പെടുന്ന സമയത്ത് പെട്ടെന്ന് എന്തോ ഒരു വയ്യായ്മ വരുന്നു. ഡോക്ടറിനെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. ഡോക്ടർ ചെക്ക് ചെയ്യുന്നു. നമുക്കുടനെ ഐസിയുയിൽ കൊണ്ടുപോകണമെന്ന് പറയുന്നു. ഐസിയുയിൽ കൊണ്ടുപോകുന്ന വഴിക്ക് തന്നെ അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് കൊണ്ട് തോന്നുന്നു അദ്ദേഹം മരിച്ചു പോകുന്നു. ഒരു എന്താ പറയുക, ഒരു ബേസിക് ഫൗണ്ടേഷൻ തന്നെ ഇല്ലാതെ പോകുന്ന അങ്ങനത്തെ ഒരു കുടുംബങ്ങൾക്ക് ഒരാൾ ബിസിനസ് ചെയ്യുന്ന ഒരാളുടെ വീട്ടിൽ പ്രത്യേകിച്ച്, അല്ലെങ്കിൽ അയാളാണ് ബ്രെഡ് വിന്നർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അയാൾ ഇല്ലാതായി പോകുമ്പോൾ ആ കുടുംബത്തിൻ്റെ സ്ഥിതി എല്ലാവർക്കും മനസ്സിലാകുന്നതല്ലേ. ഒരു ഷോക്കായിരുന്നെങ്കിലും ഒരു 10-20 ദിവസത്തേക്കൊന്നും അവർക്ക് അറിഞ്ഞില്ല. കാരണം അതൊക്കെ സഹിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു. കുറേ സ്വന്തവും ബന്ധങ്ങളും സുഹൃത്തുക്കളൊക്കെ വന്ന് അവർ സമാധാനിപ്പിച്ചു. അപ്പോൾ ഇതിൽ കുറച്ച് പാർട്ട്നേഴ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ അവരെല്ലാം വന്ന്, ഒരു കുടുംബക്കാരൊക്കെ വന്ന് അവർക്ക് സമാധാനിപ്പിച്ചു, എല്ലാം പോയി. 20-25 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇവരുടെ കുറച്ച് കയ്യിൽ ഭർത്താവ് കൊടുത്ത് വെച്ച കാശില്ലാണ്ട് ബാക്കിയൊന്നും ഇല്ലല്ലോ. സ്വത്ത് എവിടെയാണ്, എന്താണ് പണം, ഇതൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. 3 പെൺകുട്ടികളും 3 കുട്ടികൾ, 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും 1 ആൺകുട്ടി, 2 പെൺകുട്ടികളും 1 ആൺകുട്ടി, ഇങ്ങനെ 3 കുട്ടികളാണ് അവർക്ക്. നല്ല വളർന്ന കുട്ടികളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ആൺകുട്ടിക്ക് ചെറിയ 5-ലോ 6-ലോ പഠിക്കുന്ന കുട്ടി, പിന്നെ ബാക്കിയുള്ള കുട്ടികൾ, മൂത്ത മോള് +1-ലും രണ്ടാമത്തെ മോള് 9-ലും, അങ്ങനെയൊക്കെയാണല്ലോ. കുറച്ച് വളർന്ന കുട്ടികളാണ്, പക്ഷേ കുട്ടികളാണ്. അപ്പോൾ ഏതാ ചെയ്യേണ്ടത് ഒന്നും അറിയുന്നില്ല. അപ്പോൾ സ്വന്തം ബന്ധങ്ങളൊക്കെ പോയി. അവരോടൊക്കെ എന്താ പറയേണ്ടത്, ഏതാ ചെയ്യേണ്ടത്, ഇനി എന്താണ് അടുത്ത ജീവിതം ഒന്നും അറിയുന്നില്ല. അപ്പോൾ ഇവർ പാർട്ട്നേഴ്സ് ഫോൺ ചെയ്ത് വിളിച്ചു, എങ്ങനെയാണ്, എന്താണ് ഞാൻ അടുത്ത് ചെയ്യേണ്ടത്. ഒന്നുമില്ല, അദ്ദേഹത്തിന് ഞങ്ങൾക്കൊന്നും കൊടുക്കേണ്ടതില്ല, ഞങ്ങളിനി ഈ ബിസിനസ് നോക്കിക്കൊള്ളാം, നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊരു എമൗണ്ട് ഞങ്ങൾ തരാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു ഫോൺ വെച്ചു. രണ്ടാമത്തെ പാർട്ട്ണർ വിളിച്ചപ്പോഴും അവരും ഇദ്ദേഹത്തിൻ്റെ മരണത്തിൽ മൗനമായി സന്തോഷിക്കുന്ന ആൾക്കാരായിട്ട്, ഇയാൾ മാറിക്കിട്ടിയല്ലോ എന്നുള്ള ചിന്തയിലാണ് അവർ, ഈ പാർട്ട്നേഴ്സ്. ചുരുക്കം പറഞ്ഞാൽ അവർ ഇദ്ദേഹത്തിൻ്റെ പണം, സ്വത്ത് എല്ലാം അവർ പറ്റിച്ചു. പിന്നെ ഇവരുള്ള വീട് തന്നെ ബാങ്കിൽ ഒരു അടമാനം വെച്ചിട്ടാണ് ലോണും കണ്ട് വാങ്ങിച്ചിട്ടുള്ള ബിസിനസ്സിന്. അപ്പോൾ ആ വീടും അവർ ജപ്തി ചെയ്യാനായിട്ടുള്ള എല്ലാ ഏർപ്പാടും അവർ ചെയ്തു. അപ്പോൾ അവർക്ക് കടം കുറയുമല്ലോ. അങ്ങനെ എന്തൊക്കെയോ ഒരു പ്രശ്നമായി. അവർ വേറൊരു വീട്ടിലേക്ക് ഉള്ള പണം കൊണ്ട് ഒന്ന് മാറി, ചെറിയൊരു വീട്ടിലേക്ക്, വലിയ ബംഗ്ലാവിൽ നിന്ന് മാറി, കാറൊക്കെ വിറ്റു. അങ്ങനെ ഏകദേശം 5-6 മാസം ഉള്ള പണം കൊണ്ടെല്ലാം വിറ്റ് എല്ലാം കഴിഞ്ഞു. പക്ഷേ ഈ സ്ത്രീക്ക്, ഈ അമ്മയ്ക്ക് വിഷമം സഹിക്കുമ്പോൾ, എത്ര നന്നായിട്ട് ജീവിച്ചിട്ട് നമുക്കിന്ന് ഒരു സ്വന്തക്കാരനുമില്ല. നമ്മൾ കഷ്ടപ്പെടുന്ന സമയത്ത് നമ്മൾ വളരെ സ്നേഹിച്ച ഭർത്താവ് നമ്മുടെ കൂടെ ഇല്ല, ആഡംബരമായ ജീവിതമില്ല, സാരമില്ല, സമാധാനമില്ല. അദ്ദേഹമില്ലാത്ത ജീവിതം എന്തിനാണ് പറഞ്ഞ് എപ്പോഴും നിരാശയാണ്. ഇന്ന് 3 കുട്ടികൾക്കും അവർ സ്കൂളിൽ പോകണ്ടേ, ഫീസ് കെട്ടണ്ടേ. അപ്പോൾ എത്രയോ പാവപ്പെട്ടവർക്കൊക്കെ ഒരു ഫീസ് കെട്ടിയ കുടുംബം, ഫീസ് കെട്ടാൻ വയ്യാണ്ട് 3 മക്കളും വന്ന് വീട്ടിലേക്ക് വരിക, സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരിക. അതൊക്കെ ഞാൻ കഥ പറയുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരാൻ. സ്കൂളിൽ ഫീസ് കെട്ടാൻ പറ്റാണ്ട് കുട്ടികൾ, നന്നായി പഠിക്കുന്ന കുട്ടികളെ ഇറക്കി വിടുന്ന സ്കൂളിനൊക്കെ പറ്റി എന്താ പറയേണ്ടത്. അവരെയൊക്കെ രജിസ്ട്രേഷൻ തന്നെ ക്യാൻസൽ ചെയ്യണമെന്നാണ് തോന്നുന്നത്. അങ്ങനെ നല്ല കുട്ടികളെ, പാവപ്പെട്ട കുട്ടികൾക്ക് എന്തുകൊണ്ട് ആ സ്കൂളിൽ ഇത്രത്തോളം ഫീസ് വാങ്ങിക്കുന്ന അതിൻ്റെ സ്കൂളുകാർ എന്തുകൊണ്ട് ആ കുട്ടികൾക്ക് ആ ഫീസൊന്നും ഒന്ന്
കൺട്രോൾ ചെയ്തുകൂടാ? അല്ലെങ്കിൽ ഫീസ് ഓക്കെ നിങ്ങൾ കെട്ടേണ്ട, ഞങ്ങൾ തന്നെ സ്കൂൾ തന്നെ നോക്കിക്കോളാം, നന്നായി പഠിക്കും മക്കളെ എന്ന് പറയുന്ന കരുണ എന്തുകൊണ്ട് ഈ സ്കൂൾ മാനേജ്മെൻറ്റ് ഇല്ല എന്നൊക്കെ എനിക്ക് പെട്ടെന്ന് തോന്നിപ്പോകും. അന്നത്തെ ദിവസം അവർ വളരെ ദുഃഖിക്കും. എന്താണ് നമ്മുടെ ജീവിതം, നമ്മൾ ഇങ്ങനെ ആയിപ്പോയല്ലോ, നമുക്ക് ഇനി എങ്ങനെയാണ് ജീവിക്കുക, നാളത്തേക്കുള്ള ആഹാരമില്ല, ഇന്ന് നമുക്ക് എന്താ പറയുക, നമുക്ക് ഫീസ് കിട്ടാൻ കൂടി വഴിയില്ലല്ലോ, അവൻ്റെ കുട്ടികൾ അവമാനപ്പെട്ട് വന്നില്ലേ എന്നുള്ള ദുഃഖം അവർക്ക് സഹിക്കാൻ വയ്യ. അന്ന് രാത്രി ഒരു 11 മണി 12 മണിയൊക്കെ മക്കളെയൊക്കെ വിളിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു. നെഗറ്റീവാണ് എങ്കിലും പറഞ്ഞു, ഇനി നമുക്ക് ജീവിക്കേണ്ട എന്നുള്ള തീരുമാനം അവരെടുത്തു. അവർ കടലിൻ്റെ അവിടെ പോയി, ആരും ഇല്ലാത്ത ആ സമയം നോക്കി കടലിൻ്റെ അവിടേക്ക് പോയി. അവിടെ പോയി ഈ അമ്മ ഈ 3 മക്കളെയും കയറുകൊണ്ട് കെട്ടി, 3 മക്കളെയും കയറുകൊണ്ട് കെട്ടിയിട്ട് ഒരു കടലിലേക്ക് പോവുകയാണ്. അങ്ങനെ കടലിലേക്ക് പോയി 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 ഉള്ളിൻ്റെ ഉള്ളിൽ കടലിൽ ഇങ്ങനെ കാലിൻ്റെ അവിടെ വെള്ളം പെടുമ്പോൾ തണുക്കുന്നുണ്ട്. പക്ഷേ ആ തണുപ്പൊന്നും അറിയുന്നില്ല, ഹൃദയം ചുട്ടുപൊരിയാണ്. എൻ്റെ മക്കളെയും നമ്മൾ ഇല്ലാതാക്കുകയല്ലേ, എനിക്കിതിനുള്ള കഴിവില്ലല്ലോ, എനിക്ക് കച്ചവടം ചെയ്യാനോ സമ്പാദിക്കാനോ ഒരു കഴിവും എനിക്കില്ലല്ലോ. ദുഃഖം അവർക്കുണ്ട്, ആ വേദന അവർക്ക് സഹിക്കാൻ വയ്യ. എങ്കിലും ഈ മക്കൾ അമ്മ പറയുന്നത് കേട്ട് അങ്ങനെ ചെയ്യും. വരുന്ന സുന്ദര നല്ല കുട്ടികൾ, 2 പെൺകുട്ടികളും ആൺകുട്ടിയും ഒന്നും അറിയുന്നില്ല. അങ്ങനെ ബൈബിളിലൊക്കെ പറയുന്ന പോലെ അബ്രഹാമിൻ്റെ വാക്ക് കേട്ടിട്ട് അബ്രഹാമിൻ്റെ മോൻ മലയിൽ പോയി, അവനൊരു എന്താണ് അവിടെ കിടക്കാൻ പറഞ്ഞപ്പോൾ കിടന്നു, കത്തി എടുത്തപ്പോഴും അവനൊന്നും ഭയന്നില്ല, അച്ഛനോടുള്ള വിശ്വാസം കൊണ്ട്. നമ്മൾ അബ്രഹാമിൻ്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ ഈ കുട്ടികൾ തൻ്റെ മാതാവ് പറഞ്ഞതിനോ അങ്ങനെ അത് ഒബേ ചെയ്തിട്ട് അങ്ങനെ ഇപ്പോൾ അവർ കടലിലേക്ക് പോവുകയാണ്. പെട്ടെന്ന് ആ സമയത്ത് ഒരു വഴിപ്പോക്കിനെ പോലെ ഒരു വെള്ളം മുണ്ടും വെള്ള ഷർട്ടും തലയിലൊരു വെള്ള അതൊക്കെ ഒരു ഹാജിയാരൊക്കെ കെട്ടില്ല, ഒരു ഹാജിയാരാണ് അദ്ദേഹം. അവർ ഇങ്ങനെ കെട്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെ നടന്നു വരികയാണ് ആ രാത്രി. പക്ഷേ അയാളുടെ അന്വേഷണം കണ്ടപ്പോൾ ഒരു വഴിതെറ്റിയ ആൾ പോലെ അവർക്ക് തോന്നി. അപ്പോൾ ഇദ്ദേഹം ഓടിപ്പോയിട്ട് എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? ആ നിലാവിൻ്റെ വെളിച്ചത്തിൽ കുറേശ്ശെ ആൾക്ക് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ ഞാനും വരും, എനിക്ക് മരിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ എൻ്റെ കൺമുമ്പിൽ ഒരാളിങ്ങനെ 3 പേര് ചേർന്ന് നിങ്ങൾ കുട്ടികൾ കയറൊക്കെ കെട്ടിയിട്ട് നിങ്ങൾ മരിക്കുന്നത്, അയ്യോ എന്നൊക്കെ പറഞ്ഞ് ആൾ ഇങ്ങനെ ശബ്ദം വയ്ക്കാൻ തുടങ്ങി. നിങ്ങൾ മരിക്കുകയാണെങ്കിൽ ഞാനും മരിക്കുന്നു പറഞ്ഞപ്പോൾ ഈ സ്ത്രീക്ക് അതെന്തോ അവർക്ക് ഹോണ്ടായി. അയ്യോ നമ്മളാണെങ്കിൽ ഇത്ര ദുഃഖം, ഈ നല്ല മനുഷ്യൻ 10-60 വയസ്സുള്ള ഒരാൾ, കാണാൻ നല്ല ആചാനുഭവമായിട്ടുണ്ട്, എന്തോ ഒരു ദൈവികതയുള്ളൊരു നല്ലൊരു മനുഷ്യൻ, വഴിതെറ്റി വന്ന ആൾ, അയാളുടെ സൂട്ട് കേസും അയാളുടെ ബാഗും എല്ലാം താഴെ വെച്ചിട്ട് അയാൾ രക്ഷിക്കാൻ വരും അല്ല സാറേ നിങ്ങൾ പേടിക്കണ്ട. അപ്പോൾ അവർക്ക് മനസ്സിലടുത്ത് വന്ന് താടിയൊക്കെ കണ്ടപ്പോൾ ഒരു ഹാജിയാർ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരും മുസ്ലിം ഫാമിലിയാണ്. അവർ പറഞ്ഞു, ഹാജിയാരെ നിങ്ങൾ വരണ്ട, ഞങ്ങൾ ഒന്നും ചെയ്യില്ല, ഞങ്ങൾ വരാമെന്ന് പറഞ്ഞ് കടലിൽ നിന്ന് മെല്ലെ അവിടെ വന്നു. അപ്പോൾ ഈ കയറൊക്കെ പൊട്ടിച്ചിട്ട് അവർ ഇതുവരെ വെള്ളമായിരുന്നു, ഇനി ഒരു 2 നിമിഷം കഴിഞ്ഞാൽ അവർ പോയേനെ. കടലിങ്ങനെ വലിക്കുകയാണ്. അപ്പോൾ വന്നു. എന്നിട്ട് ഈ മോനോട് നോക്കൂ, അദ്ദേഹത്തിൻ്റെ സംസ്കാരം നോക്കൂ, ഈ അമ്മയോടോ ആ പെൺകുട്ടികളോടോ ഒന്നും സംസാരിച്ചില്ല. മോൻ വരൂ പറഞ്ഞിട്ട് ഒരു തോർത്തുമുണ്ടെടുത്ത് മോൻ്റെ തോക്കം തുടച്ചൊക്കെ കൊടുത്തിട്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ മോൻ പടപടാന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇതൊക്കെയാണെന്ന് അങ്കിൾ എന്ന് പറഞ്ഞ് അവനെല്ലാം പറഞ്ഞു. അപ്പോൾ എവിടെയാണ് നിങ്ങളുടെ വീട്? ഞാൻ രാത്രിയില്ല, നിങ്ങളുടെ വീട് വരെ ഞാൻ നിങ്ങളെ വന്ന് കൊണ്ടുപോയാക്കാം, മോൻ കുട്ടിയല്ലേ. ശരി, അതിനെന്താ അങ്കിൾ പറഞ്ഞിട്ട് ഇദ്ദേഹവും ഈ കൊച്ചുമോനും 2 പെൺകുട്ടികളും ഈ അമ്മയായിട്ട് ഒരു വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ചെറിയൊരു വീട്, ഒരു മുറ്റമുണ്ട്. അപ്പോൾ അവിടെ അദ്ദേഹം അവിടെ എത്തിയിട്ട് പറഞ്ഞു, ഇതിൽ ഈ പെട്ടിയിൽ കുറച്ച് സാധനങ്ങളുണ്ട്, നിങ്ങളത് വെച്ചോളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതമൊക്കെ ശരിയാകും പറഞ്ഞിട്ട്. അപ്പോഴേക്കും അമ്മയും മക്കളും അവിടെ വീടിൻ്റെ മുറ്റത്ത് ഒരു ഫർദയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഈ മോൻ്റെ അടുത്തായിട്ട് പറയും, മോനെ നിങ്ങളുടെ കടമൊക്കെ തീരാനും നിങ്ങൾ നന്നായി നല്ല വീട് വയ്ക്കാനും ഇനിയുള്ള നിങ്ങളുടെ ജീവിതത്തിനും എല്ലാം വേണ്ട അനുഗ്രഹം ഈ പെട്ടിയിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കടമൊക്കെ തീർക്കൂ, നല്ല വീട് വയ്ക്കൂ, നന്നായി പഠിക്കൂ, എല്ലാം ചെയ്യൂ, സന്തോഷമായിരിക്കും. ഇനി നിങ്ങൾ ഇങ്ങനെ ചിന്ത ചെയ്യരുത്. എല്ലാ മതങ്ങളിലും, പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാ മതങ്ങളിലും പറയുന്നുണ്ട് നമ്മളങ്ങനെ മരിക്കാൻ പാടില്ല, ദൈവം തന്ന ജീവനെ നമ്മൾ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ പാവമാണ് ആത്മീയമായിട്ട് അങ്ങനെ ചെയ്യുന്നത്. കാരണം നമ്മുടെ ആത്മാവിനെയാണ് നമ്മൾ കൊല്ലുന്നത്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ആത്മഹത്യ എന്നല്ലേ പറയുന്നത്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ജീവിതം എന്ന് പറയുന്ന നമ്മളെപ്പോഴും പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, നമ്മൾ അതിജീവിച്ചു കൊണ്ടേയിരിക്കണം. പ്രശ്നങ്ങളില്ലാത്ത സ്ഥലം വന്ന ബറിയൽ ഗ്രൗണ്ട് മാത്രമാണ്, അല്ലേ? ശവകുടീരത്തിനോടെ മാത്രമാണ് എന്താണ് ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതിരിക്കുന്നത്. അതുകൊണ്ട്
ജീവിതം മുഴുവൻ ഉണ്ടാവും, പക്ഷെ അത് ജീവിച്ചുകൊണ്ടേ ഇരിക്കണം. ഷോ ഹാസ് ടു ഗോ ഓൺ എന്ന് പറയില്ലേ, അതുപോലെ കുറേ ഉപദേശങ്ങൾ അദ്ദേഹം പറഞ്ഞു. അവർക്കിതൊക്കെ ഒരു സ്വപ്നമായിട്ട് അവർക്ക് തോന്നി. അപ്പോൾ പറഞ്ഞു, ഇതിലുള്ളത് അനുഗ്രഹം എന്താണെന്നുള്ളത് ഇപ്പോൾ രാത്രി നിങ്ങൾ തുറക്കണ്ട, കാലത്തൊരു 6 മണിക്ക് നിങ്ങൾ എണീറ്റ് പ്രാർത്ഥിച്ചിട്ട് നിങ്ങളത് നിങ്ങളത് ചെയ്താൽ മതി എന്ന് പറയുന്നു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ കട്ടൻ കാപ്പി തരട്ടെ? ഏയ് ഒന്നും വേണ്ട, നിങ്ങൾ ഉറങ്ങിക്കോളൂ, വാതിലുള്ളിൽ പൂട്ടിക്കോളൂ. എനിക്കൊരു പായും ഒരു തലയാണ ഉണ്ടെങ്കിൽ തലയാണ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒരു പായ മാത്രം എനിക്ക് വേണം, വളരെ ക്ഷീണമുണ്ട്, ഞാൻ ഒന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോൾ, അല്ലല്ല ഹാജിയാരെ, നിങ്ങളെൻ്റെ അച്ഛനെ പോലെയാണ്, നിങ്ങളെൻ്റെ എന്താണ് എൻ്റെ അച്ഛനെ പോലെയാണെന്ന് ആ അമ്മ പറയും. അല്ലല്ല വേണ്ട, ഞാൻ ഉള്ളിലേക്ക് വരുന്നില്ല, ഒരു പായ തരൂ, ഞാൻ ഒന്ന് കിടക്കട്ടെ ആണ്. അങ്ങനെ ഒരു പായ നിങ്ങൾ ഉള്ളിൽ കുറ്റിയിട്ടോട് പറഞ്ഞു. വാതിലൊക്കെ കുറ്റിയിട്ട് ഇയാൾ അവിടെ പുറത്ത് കിടന്നു. പുലർച്ചയായിട്ട് ഒരു കട്ടൻ കാപ്പിയൊക്കെ എടുത്തിട്ട് ഈ 3 മക്കളും അമ്മയും കൂടി വാതിൽ തുറന്നിട്ട് നോക്കുമ്പോൾ അദ്ദേഹം അവിടെ ഇല്ല. അദ്ദേഹം ഒരു കത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ കത്തിൽ ഇങ്ങനെയായിരുന്നു: ഇനി ഈ ഗ്രാമത്തിലോ ഈ പരിസരത്തിലോ എവിടെയും ഇതുപോലത്തെ ദുഃഖം വരരുത്. അതിന് നിങ്ങൾക്ക് വേണ്ട അനുഗ്രഹങ്ങൾ ഞാൻ തന്നിട്ടുണ്ട്, അത് നിങ്ങളെന്താ നോക്കൂ. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു അഭ്യർത്ഥന, ഈ ഗ്രാമത്തിൽ രാത്രി ആരെങ്കിലും ഒരാൾ പോലും വിശന്നിരിക്കരുത്. നിങ്ങൾ കഞ്ഞിയോ ആഹാരമോ എന്തെങ്കിലും കൊണ്ട് ഇങ്ങനെ പോകണം. ഇപ്പോൾ വിശന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കണം. പിന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്ത് അവർക്കൊരു ജോലിക്കുള്ള വഴികളോ എന്തെങ്കിലുമൊക്കെ പള്ളിയിലൊക്കെ പറഞ്ഞ് അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്ത് അവർ പട്ടിണിയില്ലാതിരിക്കണം. ഈ ഗ്രാമത്തിൽ ആരും, നിങ്ങളുടെ കുടുംബമുള്ളവർ, നിങ്ങളുടെ കുടുംബം പല 100 കൊല്ലം ഉണ്ടാകണം ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. പക്ഷെ നിങ്ങളാരും നിർത്താൻ പാടില്ല ഈ ഒരു സേവനത്തിന്. ഗ്രാമം മുഴുവൻ നിങ്ങൾ പോയിട്ട് ആഹാരം കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ കത്ത് കണ്ടിട്ട്, അയ്യോ അദ്ദേഹം പോയല്ലോ, എന്ത് നല്ലൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞ് ഓർത്തിട്ട് ഒരു വീട്ടിലേക്ക് വന്ന് പെട്ടി തുറന്ന് നോക്കുമ്പോൾ എത്രയോ കോടികളുടെ പണം അവിടെ ഉണ്ട്, സ്വർണ്ണങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അവർക്കിനി ഒന്നും വേണ്ട. എത്രയോ ജനറേഷനുള്ള പണമുണ്ട്, കോടികളുടെ പണം വലിയൊരു പെട്ടിയിൽ. പിന്നെ എന്നൊരു പെട്ടിയിൽ കുറച്ച് സ്വർണം, എന്താണ് ഗോൾഡ് ബിസ്ക്കറ്റ്സ്, വലിയ ഇത് ഉണ്ട്. അവർക്ക് കണ്ണ് നിറഞ്ഞു പോയി. ദൈവമേ എന്ന് പറഞ്ഞു. ദൈവത്തിന് നന്ദി പറഞ്ഞു. ഇസ്ലാം ഭാഷയിൽ പറയുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയും, ദൈവത്തിന് സ്തുതി. സുബ്ഹാനല്ലാഹ് പറഞ്ഞ സന്തോഷം, ദൈവമേ സന്തോഷം. അങ്ങനെ അവരെല്ലാ നല്ല വാക്കുകളും പറഞ്ഞ് അവർ സന്തോഷമായി. പക്ഷേ അന്ന് രാത്രി മുതൽ അവർ കഞ്ഞി ഉണ്ടാക്കിയിട്ട് ഈ 4 പേരും കൂടി പോയി ആ പരിസരത്തിലും ബീച്ചിൻ്റെ അവിടെയും അങ്ങനെ ആത്മഹത്യ ശ്രമിക്കുന്ന ആൾക്കാരെയൊക്കെ വിളിച്ച് ആഹാരം കൊടുത്ത് അതിന് ശേഷം അവർ കുറേ പണം ഉണ്ടായി. പിന്നെ കാറിലാണ് അവർ പോകുന്നത്, പിന്നെ വലിയ വാനിലാക്കി, പിന്നെ ഡ്രൈവർമാരെ ആക്കി. ഏതോ ഒരു ഗ്രാമത്തിൽ പട്ടിണിയില്ലാതെ, മരണങ്ങളില്ലാതെ ആരൊക്കെയോ സന്തോഷമായി ജീവിക്കാനായിട്ട് ഇവരുടെ ആഹാരം ഇന്നും സഹായമായിരിക്കുന്നു. സ്നേഹം.